നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം ശരവൺ മഹേശ്വർ. കൃഷ്ണശിലയായി എന്ന എൻ്റെ പരമ്പരയിലെ 273-ാമത്തെ എപ്പിസോഡാണിത്. ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്ന പ്രശസ്ത ചലച്ചിത്ര സീരിയൽ താരവും ഡബ്ബിംഗ് ആർട്ടിസ്റ്റുമൊക്കെയായ ശ്രീമതി പ്രവീണയെക്കുറിച്ചിട്ടാണ്. ഞാൻ ആകെ ഒരു തവണ മാത്രമേ കാണുകയും സംസാരിക്കുകയും ചെയ്തിട്ടുള്ളൂ. അതും വെറും 12 മിനിറ്റ് മാത്രം. സമയത്തിന് പ്രാധാന്യവും വിലയും കൽപ്പിക്കുന്നതുകൊണ്ടാണ് ഓരോന്ന് ചെയ്യുമ്പോഴും അല്ലെങ്കിൽ ആരെ കാണുമ്പോഴും എത്ര മിനിറ്റ് സംസാരിച്ചു അല്ലെങ്കിൽ എത്ര സമയമെടുത്തു എന്ന് സൂചിപ്പിക്കുന്നത്. മലയാളികൾക്കുള്ളൊരു പ്രത്യേകതയാണ് 10 മണിക്ക് പറഞ്ഞാൽ 12 മണിക്കും, 12 മണിക്ക് പറഞ്ഞാൽ 1 മണിക്കും പോയാലും കുഴപ്പമില്ല എന്ന ആ ചിന്തയോട് എപ്പോഴും എനിക്ക് എതിർപ്പാണ്. ഓരോ മിനിറ്റും വളരെ വിലയുള്ളതാണ് എന്നതാണ് എൻ്റെ ചിന്തയും എൻ്റെ ജീവിതശൈലിയും. മേഘം എന്ന സീരിയലിൻ്റെ വർക്കുമായി ബന്ധപ്പെട്ട് എൻ്റെ അടുത്ത സുഹൃത്തും ഇപ്പോൾ വർഷങ്ങളായി നേരിൽ കണ്ടിട്ട് എൻ്റെ അടുത്ത സുഹൃത്തായ അനിൽ നായർ എന്ന ക്യാമറമാനോട് എൻ്റേതായ വിഷമവും എൻ്റേതായിട്ടുള്ള കാര്യങ്ങളും സിനിമാ കഥകളുമൊക്കെ അദ്ദേഹവുമായി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സിനിമയൊന്നും ഇറങ്ങിയില്ലെങ്കിലും മേഘം എന്ന സീരിയലിൻ്റെ ചിത്രീകരണം കോട്ടൺ ഹിൽ സ്കൂളിൻ്റെ അടുത്തുള്ള ഒരു വീട്ടിൽ വെച്ച് നടക്കുകയാണ്. എന്തായാലും അനിൽ നായർ എന്നോട് പറഞ്ഞു, നാളെ അവിടേക്ക് വരൂ, സീരിയലിൻ്റെ ചിത്രീകരണവും മറ്റുമൊക്കെ കാണാമല്ലോ, അതേക്കുറിച്ച് പഠിക്കുകയും ഒക്കെ ചെയ്യാമല്ലോ എന്ന് പറഞ്ഞു. ശരിയാണ്, രസകരമായ ഒരുപാട് അനുഭവങ്ങൾ അതിലുണ്ട്. അതൊന്നും ഞാനിപ്പോൾ പറയുന്നില്ല, മറ്റൊരു എപ്പിസോഡിൽ പറയാം. ഇപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഞാനിന്ന് അടുത്ത ദിവസം അനിൽ നായരുടെ നിർദ്ദേശപ്രകാരം കോട്ടൺ ഹിൽ സ്കൂളിന് താഴെയുള്ള ഒരു ഇടവഴിയിലെ ഒരു ടെറസ് കെട്ടിടത്തിനുള്ളിൽ തകൃതിയായി ഷൂട്ടിംഗ് നടക്കുകയാണ്. സജി സുരേന്ദ്രനാണ് ആ ചിത്രത്തിൻ്റെ ആ സീരിയലിൻ്റെ ഡയറക്ടർ. ഊർജ്ജസ്വലതയുള്ള ഒരു ചെറുപ്പക്കാരൻ. ഞാൻ കണ്ടുവന്ന് ചിരിച്ചു, അത്രമാത്രം. ക്യാമറ അറേഞ്ച് ചെയ്യും, ലൈറ്റ്സ് അറേഞ്ച് ചെയ്യും, ആർട്ടിസ്റ്റുകളെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുകയും അങ്ങനെ വളരെ ക്വിക്കായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ അവിടെ നടക്കുന്നു. ഓരോ താരങ്ങൾക്കും ഇതിലും മറ്റു പലതിലും അഭിനയിക്കേണ്ടതുള്ളതുകൊണ്ട് എല്ലാവരും എത്രയും പെട്ടെന്ന് ചിത്രീകരണം കഴിഞ്ഞ് പോകാനുള്ള തിരക്കിലും ഒക്കെയാണ്. എനിക്കാണെങ്കിൽ ഒരു തിരക്കുമില്ല. അങ്ങനെ അവിടുത്തെ ഷൂട്ടിങ്ങിൻ്റെ രംഗങ്ങളും ക്യാമറ ഫിക്സേഷനും ലൈറ്റ്സ് അറേഞ്ച്മെൻറ്റ്സും ഇതെല്ലാം കണ്ട് അങ്ങനെ നിൽക്കുമ്പോൾ അടുത്ത ടേക്കിന് വേണ്ടി അടുത്ത സ്റ്റെപ്പ് അവിടെ ഒരുങ്ങുകയാണ്. അപ്പോൾ നടി പ്രവീണ ആ വീട്ടിൻ്റെ മുറ്റത്തുള്ള ഒരു ചെറിയൊരു ഗാർഡനിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തോ ചിന്തിച്ചുകൊണ്ട് നടക്കുന്നു. അത് ഷൂട്ടൊന്നുമല്ല, വെറുതെ നടക്കുന്നു. ഞാൻ ഒരു ചലച്ചിത്ര താരത്തിനെ കണ്ട് സംസാരിക്കണമെന്ന് തോന്നി. ഞാൻ പ്രവീണയുടെ അടുത്തേക്ക് ചെന്ന്, നമസ്കാരം പ്രവീണ, ചിരിച്ചുകൊണ്ട് പറഞ്ഞു. നമസ്കാരം. ഞാൻ പറഞ്ഞു, ഞാനൊരു എഴുത്തുകാരനാണ്, എൻ്റെ സുഹൃത്താണ് അനിൽ നായർ. അപ്പോൾ ഇതിൻ്റെ ചിത്രീകരണമൊക്കെ ഒന്ന് കാണാൻ വേണ്ടി വന്നതാണ്. അതിലൊരു 2 എപ്പിസോഡിൽ ഞാൻ അഭിനയിക്കുന്നുണ്ട്. ആവിധ വിവരങ്ങളൊന്നും അവരോട് പറഞ്ഞിട്ടില്ല. അവരോട് പാട്ടിനെക്കുറിച്ചും നൃത്തത്തെക്കുറിച്ചും അഭിനയത്തെക്കുറിച്ചുമൊക്കെ സംസാരിച്ചു. എന്താണ് എഴുതാറ്, കവിതയാണോ, കഥയാണോ, നോവലാണോ, അങ്ങനെയൊക്കെ ചോദിച്ചു. ഞാൻ പറഞ്ഞെല്ലാം
കുറേയൊക്കെ കഥയും കവിതയും നോവലും ഒക്കെ എഴുതും. സിനിമയ്ക്ക് വല്ല കഥ എഴുതിയിട്ടുണ്ടോ? നമ്മൾ ഇതുവരെ എഴുതിയിട്ടില്ല. കുറച്ച് തിരക്കഥകളൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട്. പിന്നെ ആരോടും ഇപ്പോൾ കഥ പറയാൻ പറ്റില്ലല്ലോ. അതെന്താ കഥ പറഞ്ഞാൽ? കഥ പറഞ്ഞാൽ ആ കഥാതന്തു പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും പറയാൻ പറ്റില്ലല്ലോ. പക്ഷേ എം ടിയോ ലോഹിതദാസോ അങ്ങനെയൊക്കെ ആരെങ്കിലും പറഞ്ഞ കഥ മിസ്സായാൽ അവർക്ക് വാദിച്ച് നിൽക്കാം, അവർക്ക് വാദിച്ച് വിജയിക്കാം. പുതുതായി എഴുതുന്നവർക്കൊന്നും അത്രമാത്രം വാദിച്ച് വിജയിക്കാൻ കഴിയും എന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് പറഞ്ഞപ്പോഴൊന്ന് ചിരിച്ചു. ചിത്രം വല്ലതും ചെയ്യുന്നുണ്ടോ? നമ്മളില്ല, ഇങ്ങനെ കഥ എഴുത്താണ്. ഭാവിയിൽ എങ്ങനെ എന്ത് ചെയ്യുമെന്ന് പറയാൻ പറ്റില്ലല്ലോ. അങ്ങനെ ഞങ്ങൾ സംസാരിച്ചു നിന്നപ്പോൾ പ്രവീൺ അഭിനയിച്ച കുറേയധികം ചിത്രങ്ങൾ ഞാൻ കണ്ടു. നല്ല പെർഫോമൻസാണ്. അതിലുപരി എനിക്ക് തോന്നിയ ഒരു കാര്യം, 100 നടിമാരെയോ നടന്മാരെയോ എടുത്തു കഴിഞ്ഞാൽ ക്യാമറയ്ക്കുള്ളിലൂടെ നോക്കുമ്പോൾ ക്ലോസപ്പ് ഷോട്ട്, അങ്ങനെയുള്ള സീൻസിൽ ലോങ് ഷോട്ട്, ക്ലോസ് ഷോട്ട്, മിഡ് ഷോട്ട്, ഇതൊക്കെ നമ്മൾ എടുക്കുമ്പോഴും അവിടെ പ്രൊഫൈൽ, ലെഫ്റ്റ് സൈഡ്, റൈറ്റ് സൈഡ്, ഫ്രണ്ട്, ഇങ്ങനെ ഓരോ താരങ്ങളുടെ മുഖങ്ങളിൽ ക്യാമറ ഫിക്സ് ചെയ്യുമ്പോൾ എല്ലാ വശവും ഉൾക്കൊണ്ടുകൊണ്ട് എല്ലാത്തിലും ഭംഗിയുള്ള ഫ്രെയിം ഫിക്സ് ചെയ്യാൻ കഴിവുള്ള താരങ്ങൾ 100 പേരെ എടുത്താൽ അതിലൊരു 10 പേരെ കാണുള്ളൂ എന്നാണ് എൻ്റെ പക്ഷം. ചിലവരുടെ പ്രൊഫൈലല്ല, ഫ്രണ്ട് വ്യൂ നന്നാണെങ്കിൽ സൈഡ് വ്യൂ അത്ര ശരിയാവില്ല. അങ്ങനെ ഡിഫറെൻറ്റ് ലുക്കുള്ള കലാകാരന്മാർക്കും കലാകാരികൾക്കും ഇടയിൽ ഏത് ആംഗിളിൽ ക്യാമറ ഫിക്സ് ചെയ്തെന്നാലും അതിന് ഒത്തിണങ്ങിയ ഒരു മുഖമാണ് പ്രവീണയുടേത് എന്ന് എനിക്ക് തോന്നുന്നു. അതാണ് ആ നടിയുടെ വിജയ രഹസ്യവും. പിന്നെ അഭിനയ മുഹൂർത്തങ്ങൾ അന്ന് മേഘത്തിൻ്റെ സെറ്റിൽ വെച്ച് കാണുമ്പോഴും അവരോട് അങ്ങോട്ട് ചെന്ന് സംസാരിക്കുമ്പോഴും വളരെ കുലീനവും വ്യക്തതയും സ്ഫുടതയും അന്തസ്സുമുള്ള പെരുമാറ്റം, പ്രത്യേകിച്ച് പാട്ടിനോടും എഴുത്തിനോടുമുള്ള താല്പര്യം. ഞാൻ അവരോട് ചോദിച്ച 1-2 ചോദ്യങ്ങൾ ഇതാണ്. ഒരു സീൻ ഇപ്പോൾ ഞാനാണ് സംവിധാനം ചെയ്യുന്നതെങ്കിൽ ഒരു സീൻ ഞാൻ 30 തവണ റീഷൂട്ട് ചെയ്യുകയാണെങ്കിൽ പ്രവീണയ്ക്ക് എന്ത് തോന്നും? പ്രവീണ അഭിനയിക്കുമോ എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞൊരു മറുപടി ഇങ്ങനെയായിരുന്നു: ഒരാപ്പിൾ വിശന്നിരിക്കുമ്പോൾ ഒരു ആപ്പിൾ കിട്ടി നമ്മൾ കഴിക്കുമ്പോൾ ആദ്യം 100% സംതൃപ്തി കിട്ടും. രണ്ടാമതും 3-ാമതും 4-ാമതും 5-ാമതും ഒക്കെ കഴിക്കുമ്പോൾ പിന്നെ അതിന് അത്ര രുചിയുണ്ടെന്നോ ടേസ്റ്റ് ഉണ്ടെന്നോ അത്ര പോരാന്ന് എന്നൊക്കെയുള്ള ഒരു തോന്നൽ നമ്മുടെ മനസ്സിലുണ്ടാവില്ലേ? സാറിനത് ഉണ്ടാകുമോ എന്ന് എനിക്കറിയില്ല. എനിക്ക് തോന്നിയതാണ് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ചിരിച്ചു. ഇതേ ചോദ്യം ഞാൻ സാറിനോട് ചോദിക്കുകയാണ്. സാറാണ് ക്യാമറയ്ക്ക് മുന്നിൽ നിൽക്കുകയാണെങ്കിൽ ഒരു 30 റീടേക്ക് എടുക്കുകയാണെങ്കിൽ അതേക്കുറിച്ച് എന്തു തോന്നും? ഞാൻ പ്രതികരിച്ചത് ഇങ്ങനെയാണ്: 15 ആയാലും 20 ആയാലും 30 ആയാലും ഒന്നിൽ നിന്നും വ്യത്യസ്തമായി അടുത്തതിൽ നിന്നും വ്യത്യസ്തമായി അടുത്തതിലും
മാക്സിമം എന്ത് ചെയ്യാൻ കഴിയും അതെല്ലാം ഞാൻ ചെയ്യും. പിന്നെ എല്ലാം നിശ്ചയിക്കുന്ന ഡയറക്ടറാണല്ലോ. പക്ഷെ അവിടെ ആദ്യത്തെ ഇൻട്രസ്റ്റ് അവസാനം വരെ ഉണ്ടാവില്ല എന്ന് പറയാൻ കഴിയില്ല എന്നതാണ് എൻ്റെ പക്ഷം എന്ന് പറഞ്ഞപ്പോൾ കണ്ണു വെച്ചിട്ട് പറഞ്ഞു, എനിക്കതിന് കഴിയില്ല സാർ, പക്ഷെ ഞാൻ അഭിനയിക്കും. എത്ര ടേക്കായാലും സംവിധായകനാണല്ലോ വിധി നിർണ്ണയിക്കുന്നത്. പക്ഷെ ഇതുവരെയുള്ള അനുഭവ ചരിത്രത്തിൽ 6 ടേക്ക് 5 അല്ലെങ്കിൽ 6 ടേക്കിനും മുകളിൽ പോയിട്ടില്ല എന്നതാണ് എൻ്റെ കരിയറിൽ സംഭവിച്ചിട്ടുള്ളത്. ഞാൻ പറഞ്ഞ നല്ല കാര്യം, ഓരോരുത്തരുടെ കാഴ്ചപ്പാട് ഓരോ തരത്തിലാണല്ലോ എന്ന് പറഞ്ഞപ്പോൾ കുറേ നേരം എന്തോ ചിന്തിച്ചിട്ടെന്ന മട്ടിൽ എന്നോട് ചോദിച്ചു, സാറിന് ശരിക്കും താല്പര്യം അഭിനയത്തോടാണോ സംവിധാനത്തോടാണോ? അതിന് ഞാൻ മറുപടിയായി പറഞ്ഞത്, അവിടുത്തെ ആ വീട്ടിൽ ഒരു നെല്ലിമരമുണ്ട്, അത് നിറച്ച് പൂത്ത് കാഴ്ച കിടക്കുന്നു. ഒരെണ്ണം പറിച്ച് തിന്നണമെന്ന് മനസ്സിലാഗ്രഹമുണ്ട്. മറ്റൊന്നുമല്ല, പണ്ട് പ്രകൃതിയോടും പ്രകൃതി സൗന്ദര്യവും ആസ്വദിക്കുക ഒരു വലിയ സന്തോഷമുള്ള കാര്യമാണ് എനിക്ക്. കാശ് മുടക്കൊന്നുമില്ലല്ലോ. ബോണക്കാട് വഴി 4-5 തവണ അഗസ്ത്യാർകൂടം സന്ദർശിച്ച അവസരത്തിൽ വരുമ്പോൾ ഭയങ്കരമായ മഴയും കാറ്റും, ഏക്കർ കണക്കിന് കണ്ടെത്താ ദൂരത്തോളം പച്ചപ്പുല്ല് വളർന്ന് ഇടത്തോട്ടും വലത്തോട്ടും വീശിയടിക്കുന്നു. ഒപ്പം ഭയങ്കരമായ മഴയും. 8-10 പേർ ഉള്ള ഞങ്ങളുടെ സംഘത്തിൽ ഓരോരുത്തരായി ഈ മഴയും നനഞ്ഞ് മുന്നോട്ട് നടക്കുകയാണ്. അവിടെ വച്ച് കാട്ടുപ്രദേശത്ത് വളർന്നു നിൽക്കുന്ന ഒരു നെല്ലിമരത്തിൽ ഒരു വലിയ ഫലം വലിയൊരു നാരങ്ങയുടെ വലിപ്പത്തിലുള്ള നെല്ലിക്ക നിറഞ്ഞു കിടക്കുന്നു. ആ മഴ നനഞ്ഞുകൊണ്ടും ഒരെണ്ണമെങ്കിലും പറിച്ചെടുക്കാനുള്ള വിഫല ശ്രമം അത് പെട്ടെന്ന് ഓർമ്മയിൽ കടന്നു വന്നു. ഇന്ന് ഈ ഷൂട്ട് ചെയ്യുന്ന വീട്ടിൽ നിറയെ നെല്ലിക്ക കായ്ച്ച് കിടക്കുകയാണ്. മനസ്സിൻ്റെ ഉള്ളിലുണ്ട് അതിൽ നിന്നൊരെണ്ണം പറിച്ച് കഴിക്കണമെന്ന്. പക്ഷെ അതിൻ്റെ ചില വശങ്ങൾ, അതിൻ്റെ ഉടമയുടെ അഭിപ്രായം, അങ്ങനെ പലതുമുണ്ട്. എന്നതുപോലെ അഭിനയമാണോ സംവിധാനമാണോ എന്നൊന്നും എനിക്ക് നിശ്ചയിക്കാൻ കഴിയില്ല. എങ്കിലും എൻ്റെ മനസ്സുണ്ടാഗ്രഹം നടനേക്കാൾ ഉപരി സംവിധാനം ചെയ്യാനുള്ള ആഗ്രഹമാണ്. ഒരു ക്ലാസിക് സറ്റയർ എന്ന് പറഞ്ഞപ്പോൾ അവരുടെ മുഖം തുടുത്തു. എന്നെയും സാറിൻ്റെ ചിത്രത്തിൽ അഭിനയിപ്പിക്കുമോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ കൊടുത്ത മറുപടി ഇതാണ്: യുക്തമായ ശക്തമായ കഥാപാത്രമുണ്ടെങ്കിൽ അതിൽ അഭിനയിപ്പിക്കാൻ ശ്രമിക്കും. പക്ഷെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള റെമ്യൂണറേഷനും സൗകര്യങ്ങളുമൊന്നും തരാൻ കഴിഞ്ഞെന്ന് വരില്ല. പക്ഷെ പറയുന്നത് എന്താണോ അതായിരിക്കും എൻ്റെ പ്രവൃത്തിയിൽ. ഇത്രയും പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഏകദേശം 11:30 മിനിറ്റ് കഴിഞ്ഞിരിക്കുന്നു. പ്രവീണെ അടുത്ത ഷോട്ടിലേക്ക് ഉള്ളിലേക്ക് വിളിക്കുന്നു. 1-2 പേർ അടുത്ത് വന്ന് ടച്ചപ്പൊക്കെ ചെയ്ത് വീണ്ടും സെറ്റിലേക്ക് കയറി അവർ കസേരയിലിരിക്കുന്നു. നടന്നു പോകാൻ സമയത്ത്, സാർ നമസ്കാരം, വീണ്ടും നമുക്ക് കാണാം എന്ന് പറഞ്ഞ് അവർ ഉള്ളിലേക്ക് കടന്നുപോയി.
വീടിൻ്റെ ഉമ്മറക്കൊലായിൽ ഇട്ടിരിക്കുന്ന 4-5 സോഫ സെറ്റും അത് അവിടെ പ്രവീണ കയറി വന്നിരിക്കുന്നതും വേറൊരു ആക്ടറുമായിട്ട് സംസാരിക്കുന്നതുമായിട്ടുള്ള കുറച്ച് ഷോട്ടുകൾ എടുത്തു. അപ്പോഴേക്കും രാത്രി 8-8:30 മണി കഴിഞ്ഞു. ഇതെല്ലാം ഞാൻ നിങ്ങളോട് പറഞ്ഞത് വളരെ കാര്യശേഷിയും പ്രാപ്തിയുമുള്ള ഒരു കലാകാരി. അവർ അഭിനയിച്ച മേഘം തുടങ്ങി നിരവധി സീരിയലുകൾ, അതിലുപരി 1998 അഗ്നിസാക്ഷി എന്ന ചിത്രത്തിലെ അഭിനയത്തിന് മികച്ച 2ാമത്തെ നടിക്കുള്ള കേരള സ്റ്റേറ്റ് അവാർഡും, ഒരു പെണ്ണും രണ്ടാണും എന്നുള്ള ചിത്രത്തിന് 2008 ഇറങ്ങിയ ചിത്രത്തിന് കേരള സ്റ്റേറ്റിൻ്റെ തന്നെ മികച്ച 2ാമത്തെ നടിക്കുള്ള അവാർഡും കരസ്ഥമാക്കിയ ഒരു നല്ല പ്രതിഭ. ഒരുപാട് ചിത്രങ്ങളിൽ അഭിനയിച്ചുവെങ്കിലും 1992 ആദ്യം അഭിനയിച്ച ഗൗരി എന്ന ചിത്രത്തിലെ അഭിനയത്തോടാണ് എനിക്ക് താല്പര്യം. അതോടൊപ്പം തന്നെ ശ്രീ അടൂർ ഗോപാലകൃഷ്ണൻ്റെ ചിത്രത്തിൽ അഭിനയിച്ച പ്രവീണയ്ക്ക് കലയുടെ രംഗങ്ങളിൽ ഇനിയും കൂടുതൽ പ്രതിഭ തെളിയിക്കാൻ കഴിയും എന്ന ഒരു വിശ്വാസത്തോടുകൂടിയും നല്ലൊരു അഭിനേത്രിയായ പ്രവീണയെക്കുറിച്ചിട്ടുള്ള എൻ്റെ വാക്കുകൾ ഇവിടെ ചുരുക്കട്ടെ. നന്ദി, നമസ്കാരം.